അരിഷ്ടത്തിൽ അമിതമായിട്ട് മദ്യം ചേർത്ത് വിൽക്കുന്ന പൂവാറിലെ മെഡിഗാർഡ് ഫാർമാസ്യൂട്ടിക്കൽസിൽ ഇന്ന് ഞങ്ങൾ രാവിലെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ നെയ്യാറ്റിൻകര എക്സൈസ് ഓഫീസിലെ ടീം വന്ന് ഇവിടെ പരിശോധിക്കുകയുണ്ടായി. ഇവിടെ ഈ മദ്യത്തിന് പകരം ഈ അരിഷ്ടം കാലങ്ങളായിട്ട് കഴിഞ്ഞ 23 വർഷമായിട്ട് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളടക്കം ഇത് വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ഇപ്പോൾ ലഭിച്ച വിവരം. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പൂവാറിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്പോട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഈ കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ നിന്നും നിൽപ്പനടി കഴിഞ്ഞ് ഈ കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞാണ് ഇവിടെ നിന്നും ഈ പലരും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പാരിസ്ഥിതിക ഒരു പ്രശ്നം കൂടി ഇവിടെ കാലങ്ങളായിട്ടുണ്ട്. കാരണം പൂവാർ പോലുള്ള ഒരു പ്രദേശത്ത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ ഒരു കുപ്പികൾ പരസ്യമായിട്ട് ഈ കായലിൽ തന്നെ വലിച്ചെറിഞ്ഞ് കടന്നു പോകുന്നുണ്ട്. കാലങ്ങളായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട പൂവാർ പോലീസ് സ്റ്റേഷനുണ്ട്, 2-3 സ്കൂളുകളുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ നിൽപ്പനടി കാലങ്ങളായിട്ട് തുടർന്നു വരുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഈ എക്സൈസിൻ്റെ പരിശോധന നടന്നു വരികയാണ്. അതിലിപ്പോൾ 2 പേരെ ഇപ്പോൾ പ്രതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. എന്തായാലും നെയ്യാറ്റിൻകര എക്സൈസ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓഫീസിൽ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള നമുക്കിപ്പോൾ അജയ് കുമാർ സാറുണ്ട്. സാർ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ എത്ര പ്രതികളാണ് ചേർത്തിട്ടുള്ളത്? 2 പ്രതികളാണ്. ഒന്ന് ഡോക്ടറാണ്, രണ്ടാമത് വിൽപ്പനക്കാരൻ. 2 പ്രതികളെ ചേർത്തിട്ടുണ്ട്. സാറ് ഇവിടെ വന്നതിന് ശേഷം എത്രത്തോളം കേസാണ് ഈ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? സമാനമായി ഇത് 3ാമത്തെ കേസാണ് ഞാൻ എടുക്കുന്നത്. 3 കേസുകളുണ്ട്. സ്ഥിരമായിട്ട് കേസ് എടുത്തതിന് ശേഷം ഇവർ വീണ്ടും ഈ വിൽപ്പന തുടരുകയാണ്. ഇത് കേസ് ലൈസൻസ് വയലേഷനാണിത്. അപ്പോൾ ലൈസൻസ് വയലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ ഫൈൻ അടച്ച് തീർപ്പാക്കുന്നു. പിന്നെ അതിന് ശേഷം വീണ്ടും കട തുറക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രധാനമായും കണ്ടെത്തിയത്? 4 രീതിയിലുള്ള അരിഷ്ടം ആസവങ്ങളാണ് കൊടുക്കുന്നത്. ബലാരിഷ്ടം, ഏതൊക്കെയാണ്? പഞ്ചകോലാസവം, പിന്നുള്ളത് ബലാരിഷ്ടം, അഭയാരിഷ്ടം, മുസ്താരിഷ്ടം. അങ്ങനെ 4 രീതിയിലുള്ള അരിഷ്ടം മാത്രമേ ഇവർ വിൽപ്പന നടത്തുന്നുള്ളൂ. ഈ 4 രീതിയിലുള്ള അരിഷ്ടം രാവിലെ മുതൽ ഈ തീരപ്രദേശത്തുള്ള ആൾക്കാർ വന്ന് മദ്യത്തിന് പകരമായി ഉപയോഗിക്കുന്നു. അതാണ്. ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. പ്രിസ്ക്രിപ്ഷൻ ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ടിട്ടില്ല. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ വരാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർ നമ്മൾ വരുന്ന സമയത്തൊന്നും ഡോക്ടറെ നമ്മളിവിടെ കണ്ടിട്ടില്ല. ഇവരുടെ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ശരിക്കും രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ ഇത് നിയമവിരുദ്ധമായിട്ട്, അതായത് ലൈസൻസ് കണ്ടീഷന് വിരുദ്ധമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പം കേസെടുത്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുകയാണ്. വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. കാരണം ഇത് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അരിഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു ഔഷധ മരുന്നാണ്, അങ്ങനെയാണ് പലരും കഴിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇവിടെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് മദ്യത്തിന് പകരം ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലാണ് നിലവിൽ ഇപ്പോൾ എക്സൈസ് സംഘവും കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ ഈ ഷോപ്പ് അടയ്ക്കുമെന്നുള്ളത് എന്തായാലും അജയ് കുമാർ സാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.